ഹായ് ഗായ്സ്, അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന സാധനമാണ് ആൽസ് ഗുഡ്നസിൻ്റെ ഫ്ലാക്സ് സീഡ് ജെല്ല്. ഇടക്കാലങ്ങളിൽ കുറച്ച് നാൾ മുന്നേയൊക്കെ യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന സാധനം ഞാൻ പുറത്തൊരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കണ്ടൊരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. ട്രെൻഡിങ് ഒക്കെ കെട്ടടങ്ങിയപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മുമ്പുള്ള എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇതാ ഇങ്ങനെയായിരുന്നു, ചവറ്റി നാര് പോലത്തെ. അപ്പം നമുക്കിതൊന്ന് കടിച്ച് പറിച്ച് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് തലയിലും തേച്ച് വെക്കാം. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, നല്ല ഒരു റോസ് മിൽക്ക് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മണം പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല മണമാണ്, അങ്ങനെ തുളച്ച് കയറുന്ന പോലത്തെ, അങ്ങനെ അല്ലെങ്കിൽ മണം ഇല്ലാത്തതുമല്ല, ഈ ഒരു റോസ് മിൽക്കിൻ്റെ മണമായിരുന്നേ. അത് അതിൻ്റെ ഒരു ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന രീതിയിൽ, ഒട്ടുമില്ല, ഇങ്ങനെ വല വരുന്ന പോലത്തെ രീതിയിലുള്ള ടെക്സ്ചറായിരുന്നു. നല്ല ബുളാന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ റിവ്യൂ ഒക്കെ കാണിക്കുന്ന പോലെ കോരി ഒഴിക്കാനൊന്നും പറ്റില്ല, കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. നമ്മൾ കോരി ഒഴിച്ചാൽ പെട്ടെന്ന് തീർന്നുപോയില്ലേ. നമുക്ക് കുറച്ച് ദിവസം, അതായത് ഒരു 7 ദിവസം തേക്കുമ്പോഴാണ് നല്ലതെന്നും പറയുന്ന രീതിയിലുള്ള റിവ്യൂ ആണ് കണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് 7 ദിവസത്തേക്ക് ഈ ഒരു ബോട്ടിൽ തികയ്ക്കേണ്ടത്, അതുകൊണ്ട് കോരി ഒഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ പിന്നെ മൂക്കിനകത്ത് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്, നല്ല മണമായതുകൊണ്ട്. പിന്നെ നമ്മൾ ഇതിനെ നല്ല സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മളെ മുടിയുടെ തുമ്പിലെല്ലാം നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല മുടി അവസാനം നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ഒഴുക്കം മട്ടിൽ കിട്ടും എന്നുള്ള രീതിയിലാണ് റിവ്യൂ ഒക്കെ കണ്ടത്. എന്ന് നമുക്ക് എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പം ഞാൻ വാരി പൊത്തുന്നുണ്ട്. വാരി പൊത്തിയൊന്നുമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ മുടിയുടെ തുമ്പിലോട്ടൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് എല്ലാ മുടിയും കൂടെ ഇങ്ങനെ തൂക്കി പറക്കി ഉച്ചിയിലൊരു കൊണ്ട കെട്ടി വെച്ചിരിക്കണം. ഏകദേശം നമുക്കിതിനെ ഒരു 30 മിനിറ്റ് വരെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. വേറെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ഇടുന്നതിന് മുന്നേയും ഇട്ടതിന് ശേഷമുള്ള ഡിഫറൻസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് ആ ചകിരിയായിട്ടുള്ളൊരു ഫീലൊക്കെ മാറി എത്തുന്ന സോഫ്റ്റ് ആയതുപോലെ തോന്നും. പിന്നെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴാണ് നല്ല ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വീഡിയോ ഇട്ടേക്കാം. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട. ടാറ്റാ.